മൻ ഖറഅ ഇദാ സുൽസിലതി അദലത് ലഹു ബിനിസ്ഫിൽ ഖുർആൻ. അപ്പോൾ ഒരു ഇദാ സുൽസിലത്ത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ഒരാൾ ഇദാ സുൽസിലത്ത് സൂറത്ത് ഓതിയാൽ ഖുർആനിന്റെ പകുതി ഓതിയ പ്രതിഫലം. ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ 1/3 പാരായണം ചെയ്ത പ്രതിഫലം. ഒരാൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയാൽ ഖുർആനിന്റെ 1/4 പാരായണം ചെയ്ത പ്രതിഫലമുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖറഅ ഫീ ലൈലത്തിൻ ഇദാ സുൽസിലതി കാന ലഹു അദ്ലു നിസ്ഫിൽ ഖുർആൻ. ഒരാൾ രാത്രിയിൽ ഇദാ സുൽസിലത്ത് സൂറത്ത് ഓതിയാൽ, രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ വിത്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇരിക്കും, എന്നിട്ട് ഇദാ സുൽസിലത്ത് പാരായണം ചെയ്യുമായിരുന്നു. വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും പാരായണം ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. വിത്രൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂല് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഇതിനോട് ചേർത്താണ് മേലെയുള്ള ഹദീസ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ ഇദാ സുൽസിലത്ത് ഓതുന്നതിന് ലഭിക്കുന്ന പ്രതിഫലം പറഞ്ഞത് ഖുർആനിന്റെ പകുതി ഓതിയ പ്രതിഫലം എന്നാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഖുർആനിന്റെ പകുതി പാരായണം ചെയ്തതിന് സമാനമായ കൂലി ലഭിക്കുന്ന സൂറത്താണ് ഇദാ സുൽസിലത്ത് എന്ന് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമിദിയും ബൈഹഖിയും ഹാക്കിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഒരു തവണ ഓതുക. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അടുത്ത് തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം, ഒരാൾ 4 തവണ ഇദാ സുൽസിലത്ത് സൂറത്ത് ഓതിയാൽ ഖുർആൻ മുഴുവനും ഓതി പൂർത്തീകരിച്ച പ്രതിഫലം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കാഴ്ചയിൽ വളരെ ചെറിയ സാധനമാണ്. നമ്മൾ കുറച്ചേ ഉള്ളൂ നമ്മളെപ്പോഴും പറയും ചെറിയ സൂറത്ത് എന്ന് പറയും. ചില സൂറത്തുകളെ കുറിച്ച് നമ്മൾ അങ്ങനെ പെട്ടെന്ന് പറയാം ചെറിയ സൂറത്ത്. ഖുർആനിലെ ഒരു സൂറത്തും ചെറിയ സൂറത്തല്ല.